വെൽക്കം everyone. ഇത് LG 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഡെഡാണ്. പവർ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പവർ സപ്ലൈ ഒരു ഡിസ്ക് ഉണ്ട്, അതായത് ഒരു നീല ഡിസ്ക് വന്നിട്ട് നടുക്കൂടെ ഈ വെടിച്ച് പിളർന്നിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, വേറെ വെർട്ടിക്കൽ ഐ സി അതിൽ സ്ക്രൂ ഇട്ടിട്ടില്ല. അപ്പോൾ ആര് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സംഭവം ഇതിൽ സ്ക്രൂ ഇല്ല. പിന്നെ വെർട്ടിക്കൽ ഐ സിയുടെ തൊട്ട് ആ ഹീറ്റ് സിങ്കിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്. അത് ടോപ്പ് പോർഷൻ വന്നിട്ട്, അതായത് കപ്പാസിറ്ററിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ബൾജായിരിപ്പുണ്ട്. ഓക്കെ, എന്നിട്ട് ബോളിന് അത്യാവശ്യം നല്ല ഡ്രൈ ഉണ്ട്, ബേസ് ബോർഡിലും നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ ഡ്രൈയും ഒന്ന് റീസോൾഡർ ചെയ്യണം. ഓക്കെ, മെയിൻ ഐ സിയും ഡ്രൈ റീസോൾഡർ ചെയ്യണം. അപ്പോൾ ഡിസ്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്, പവർ സപ്ലൈയിൽ വരുന്ന ബ്ലൂ ഡിസ്ക് മാറ്റിയിട്ടുണ്ട്. വെർട്ടിക്കൽ ഐ സിയിൽ സ്ക്രൂവും ഇട്ടു, പിന്നെ ബൾജായിരുന്ന കപ്പാസിറ്റർ മാറ്റി. ഇവിടെ ബോർഡും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. മെയിൻ ബോർഡും ബേസ് ബോർഡും ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, മെയിൻ ഐ സി ഒക്കെ ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഭാഗത്തും തന്നെ നല്ലോണം ഡ്രൈ ഉണ്ടായിരുന്നു, എല്ലാം ഡ്രൈ റീസോൾഡർ ചെയ്തിട്ടുണ്ട്. കണക്ടർ വരുന്ന ഭാഗവും എല്ലാം റീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടി ഓൺ ചെയ്തപ്പോഴത്തേക്കും LOT മൂഡ് വഴി ലീക്കാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, LOT ഇതാ മൂട്ടിൽ നിന്ന് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഓസിലേഷൻ വന്നിട്ട് കട്ടായി പോകുന്നുണ്ട്, ഈ മൂഡ് വഴി ലീക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, LOT അങ്ങ് കറക്റ്റ് നമ്പർ വേറെ പുതിയത് വാങ്ങിച്ചിടുക. ഓക്കെ, ഇപ്പോൾ LOTയുടെ നമ്പർ 6174V 6006M. ഓക്കെ, അപ്പോൾ പുതിയ LOT ഇതാ വാങ്ങിച്ചിടുന്നുണ്ട്. ചിലത് ഈ മണ്ണെണ്ണൊക്കെ ഇട്ട് നല്ലോണം ഈ ലീക്ക് വരുന്ന ഭാഗം ക്ലീൻ ചെയ്ത ചിലതങ്ങ് ലീക്ക് മാറിക്കോളും. ചിലത് പക്ഷെ ചിലത് ലീക്ക് മാറത്തില്ല, LOT മാറ്റേണ്ടി തന്നെ വരും. അപ്പോൾ ഇവിടെ LOT മാറ്റേണ്ടി വന്നിട്ടുണ്ട്. LOT ഇതായിട്ടതിന് ശേഷം നല്ലതായിട്ട് ടിന്നറൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് ഓൺ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു കംപ്ലയിൻസും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.